ഹേ ഓൾ, ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഗർഭിണിയായ വേറൊരു കസിനെ കാണാൻ വേണ്ടി പോവാണ്. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും, നമുക്കാർക്കും സീറ്റ് കിട്ടിയില്ല. നമ്മളെ കൂട്ടത്തിൽ ചെറുതിനെ പിടിച്ചിട്ട് ഈ പട്ടിമെടുത്തി. ആ സന്തോഷമുള്ള മുഖത്തുണ്ടേണോ. ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയിരുന്നു. അതിനിടയിൽ ഒടുക്കത്തെ ബ്ലോക്കിൽ കുറേ നേരം നിന്നതുകൊണ്ടെന്ന് അറിയില്ല, നമ്മളെ ഡ്രൈവർ മാമന് നല്ലോണം ദേഷ്യം പിടിച്ചിരുന്നു. പിന്നെ ഒരു മരണപ്പാച്ചിലായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ വയ്യ അറിയുള്ളൂ കേട്ടോ. ഈ സ്ഥലത്ത് മര്യാദക്ക് പിടിച്ചിരുന്ന ഞങ്ങളോട് ഓളറിയാം അടുത്ത സ്റ്റോപ്പാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഡോറിൻ്റാണ്ട് പോയി സ്റ്റോപ്പ് എത്തിയപ്പോൾ ഓളറിയാം ഈ സ്റ്റോപ്പല്ല അടുത്ത സ്റ്റോപ്പാണ്. അങ്ങനെ ആ സ്റ്റോപ്പും കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ അതുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം ആ തിക്കലും തിരക്കിലും ആ കമ്പിമ്മ പിടിച്ച് തൂങ്ങി 3-4 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ ആ സ്റ്റോപ്പ് എത്തി ഇറങ്ങിയപ്പോൾ നമുക്കുണ്ടായ സന്തോഷം ഒരു യുദ്ധം കഴിഞ്ഞ ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ വരുന്നത് ഇവിടെ ഉള്ളവർക്കും അറിയില്ല കേട്ടോ, നമ്മളൊന്ന് സർപ്രൈസ് ആക്കി. അങ്ങനെ പിന്നെ നമ്മൾ ഓക്കൊടുന്ന സാധനങ്ങളൊക്കെ ഓക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓള് പറയാ പാത്രം ഫ്രീ കൊടുക്കണോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അവളമ്മ നമ്മളെ ട്രീറ്റ് ചെയ്ത് സർപ്രൈസ് ആക്കിയത്. ഫുഡ് കണ്ടപ്പോൾ പിന്നെ മെനു ഓടിപ്പോയി കയ്യേകി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലായി. കിട്ടാളെ കിട്ടിയപ്പോൾ പിന്നെ യാത്ര പറിച്ചിൻ്റെ തിരക്കിലായി. അങ്ങനെ ഓളോട് യാത്ര പറഞ്ഞ് നമ്മളിറങ്ങി. കുറേ നേരം നിന്നിട്ടും ബസ് തന്നെ കാണാനില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ നമ്മളെ നോക്കി പഠിപ്പിക്കുന്നത്. കുറേ നേരം നിന്നതുകൊണ്ടൊന്നും അറിയില്ല, ഒരു കാക്ക വന്നിട്ട് പറഞ്ഞ് മക്കളെ ഇവിടെ അല്ല ബസ് സ്റ്റോപ്പ് കുറച്ചപ്പുറത്താണ്. പിന്നെ അങ്ങോട്ടുള്ള നടത്തായി. ഇങ്ങോട്ട് ബസ് പോകുന്നുണ്ടെന്നല്ലാതെ ഇങ്ങോട്ടൊരു ബസ്സും വരാതായപ്പോൾ ടെൻഷനായി. നേരെ ഇട്ടായി തുടങ്ങുകയും ചെയ്ത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് തിരുവക്ക് പോകാനുള്ള പേടകെത്തി. ഇനി എങ്ങാനും ബസ് നിർത്താതെ പോകുമെന്ന് പേടിച്ചിട്ട് 4 ആളും കൈ മാറി മാറി കാണിച്ച്. അങ്ങനെ ഏതായാലും ബസ് നിർത്തി. അങ്ങനെ നമ്മൾ തിരൂർ സ്റ്റാൻഡ് എത്തിയപ്പോഴത്തേനും നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾ 2 കൂട്ടർക്കും 2 വഴിക്ക് പോകാനുള്ളതായതുകൊണ്ട് ഇനി അടുത്ത ബസ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ വേറെയും. എൻ്റെ കിട്ടിയോണ്ട് എന്നെ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൂപ്പരെ കുളിച്ചപ്പോൾ മൂപ്പര് അറേഞ്ച് ബസ് കയറിക്കോ, നമ്മളങ്ങാടിയിലെത്തുമ്പോൾ അങ്ങോട്ട് വരാം, എന്നായിക്കോട്ടെ എന്ന് ഞാനും. അങ്ങനെ അവരോട് യാത്രയും പറഞ്ഞ് ഞാൻ ബസ് കയറി. അപ്പോൾ ഓക്കെ ബൈ.